نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല രചിച്ച പ്രശസ്തമായ ഗ്രന്ഥം അദ്ദാഉ വദ്ദവ എന്നതിന്റെ പഠന പരമ്പരയിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്, അതിന്റെ രണ്ടാമത്തെ ആമുഖത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല എന്ന പണ്ഡിതനെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെ കൂടി മനസ്സിലാക്കൽ അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടം മനസ്സിലാക്കുമ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ സൂചിപ്പിച്ചത് 3 ആക്രമണങ്ങളെ കുറിച്ചാണ്. ഒന്ന് താർത്താരികളുടെ ആക്രമണമാണ്, രണ്ടാമത്തേത് കുരിശ് യുദ്ധം, മൂന്നാമത്തേത് ഫ്രഞ്ചുകാരുടെ കടന്നുവരവ്. ശേഷം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ദീനിയായ അവസ്ഥ എന്തായിരുന്നു, ദീനിയായ ചുറ്റുപാട് എന്തായിരുന്നു എന്നും വിശദീകരിക്കുകയുണ്ടായി. അതിൽ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഒരുപാട് ഹറാമുകൾ അന്ന് നിലനിന്നിരുന്നു എന്ന്. ആളുകൾ മദ്യത്തിനൊക്കെ അടിമപ്പെട്ട്, മദ്യമൊക്കെ സർവ്വസാധാരണമാണ് എന്ന നിലക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ദിമഷ്കിലെ പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ചില ആളുകൾ ഹിജ്റ 758 അവർ കുറച്ച് ആളുകൾ ചെന്ന് മദ്യത്തിന്റെ കഷകങ്ങൾ, മദ്യം വിൽക്കുന്ന കടകൾ അത് പൊളിച്ചടക്കി അവിടെയുള്ള മദ്യങ്ങളൊക്കെ ഒഴിച്ചു കളയുന്ന ഒരു രംഗം ഇബ്നു കസീർ റഹിമഹുല്ല തന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് തിന്മ വിരോധിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ പടി, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് കൈകൊണ്ട് എതിർക്കുക എന്നതാണ്. അതാണ് അവിടെയുള്ള ആളുകൾ ചെയ്തിരുന്നത്. കൈകൊണ്ട് എതിർക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കൈകൊണ്ട് എതിർക്കാനുള്ള ഒരു അവസരമുണ്ട് എങ്കിൽ കൈകൊണ്ടാണ് എതിർക്കേണ്ടത് എന്നാണ്. അതാണ് ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ അടയാളത്തിൽപ്പെട്ടത്. ഒരാൾ ഹൃദയം കൊണ്ട് വെറുക്കുന്നു എങ്കിൽ അതുകൊണ്ട് ഈമാനിന്റെ ഏറ്റവും കുറവിനെയാണ് അറിയിക്കുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല, ഒരാൾ കൈകൊണ്ട് തന്നെ തിന്മയെ തടുക്കുകയാണെങ്കിൽ അതവന്റെ ഈമാനിന്റെ ശക്തിയെയാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് നിലനിന്നിരുന്ന തിന്മയാണ് സ്ത്രീകൾ വേശ്യാവൃത്തി ഒരു ജോലിയായി കണ്ടിരുന്ന ഒരവസ്ഥ അന്നും നിലനിന്നിരുന്നു എന്ന്. അതോടൊപ്പം ഇത്തരം തിന്മകൾക്ക് അമീറുമാരും പ്രോത്സാഹനം നൽകി. ഇത്തരം തിന്മകൾക്ക് അമീറുമാർ പ്രോത്സാഹനം നൽകുന്ന ഒരവസ്ഥാ വിശേഷമുണ്ടായി. ഇനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു തിന്മയാണ് മ്യൂസിക്കിന്റെ വ്യാപനം. മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള മ്യൂസിക് അല്ല അന്ന് ഉള്ളത്, മറിച്ച് അതിന്റെ വേറൊരു വശമാണ് അന്ന് നിലനിന്നിരുന്നത്. അതായത് തബല പോലെ അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മ്യൂസിക്കുകൾ അന്നുണ്ടായിരുന്നു. അതിന് ശക്തമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല എതിർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ ഫി മസാഇദി ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ മ്യൂസിക്കിനെതിരെയുള്ള നല്ല വിമർശനം, എന്തുകൊണ്ട് മ്യൂസിക് എതിർക്കപ്പെടണം, അതിലുള്ള ഷർറുകൾ എന്തൊക്കെയാണ്, അതിലുള്ള തിന്മകൾ എന്തൊക്കെയാണ്, അത് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് സവിസ്തരം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒരു മ്യൂസിക് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു സ്വപ്ന ലോകത്തായിരിക്കും അത്തരം ആളുകൾ ജീവിക്കുക. യഥാർത്ഥ ലോകത്തെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കാതെ, യഥാർത്ഥ ലോകത്തിന്റെ പൾസ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കാതെ എപ്പോഴും ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരു അവസ്ഥാ വിശേഷം ഇത്തരം മ്യൂസിക്കുകളുടെ പിന്നിൽ പോകുന്ന ആളുകൾക്ക് ഉണ്ടാകും. എന്നാൽ അതേ സമയത്ത്
അതിനെ മാറ്റിവെച്ച് വിശുദ്ധ ഖുർആനാണ് കേൾക്കുന്നത് എങ്കിൽ, വിശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ വല്ലാത്ത മാറ്റം ഉണ്ടാകും. ഹൃദയത്തിന് സ്ഥൈര്യം ഉണ്ടാകും, സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും, ജീവിതത്തിന്റെ സമയങ്ങളിൽ നല്ല ബറക്കത്തും ഉണ്ടാകുന്ന. നാം മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ബറക്കത്ത് നഷ്ടപ്പെടും, ഖുർആനിനോടുള്ള താല്പര്യം നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് ഷർറുകൾ മ്യൂസിക് കേൾക്കുന്നതിലൂടെ ഉണ്ട്. ചില ആളുകളൊക്കെ അവർ തന്നെ പ്രയാസം പറയാറുണ്ട്, കേട്ട് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഒന്നും ഒരു ആക്റ്റീവായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എഫക്റ്റീവായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരാറുണ്ട് എന്നൊക്കെ കേൾക്കുന്ന ആളുകൾ തന്നെ പറയാറുണ്ട്. അതുമാത്രമല്ല, മ്യൂസിക് ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ എന്താണ് ഇത്തരം മ്യൂസിക് ഇൻഡസ്ട്രികൾ ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലതൊക്കെ പിശാചിനെ സേവിച്ചുകൊണ്ടാണ് പല പാട്ടുകളും അവർ പാടുന്നുള്ളത്. ചിലതിന്റെ ഒക്കെ അർത്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തനിച്ച ഷിർക്കുകളാണ്, തനിച്ച ഷിർക്കൻ വരികളാണ് അടങ്ങിയിട്ടുള്ളത്. ഇവിടെ മ്യൂസിക്കിനെ നമ്മൾ വളരെ ശക്തമായി എതിർക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അതിൽ ഖിലാഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ആ ഗാംഭീര്യത്തെ കുറക്കുന്ന ചില അഹ്ലുൽ അഹ്വ, ദേഹേച്ഛയുടെ ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും നമ്മൾ അത്തരം ദേഹേച്ഛകളുടെ പിന്നിൽ പോകരുത്, അവരുടെ ദുർവ്യാഖ്യാനങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിനാക്കിൽ ഒരു കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് ഹറാമാണ് എന്നുള്ളത്, മ്യൂസിക് ഒന്നുമല്ലെങ്കിൽ തെറ്റാണ്, അത് കേട്ട് കഴിഞ്ഞാൽ ദീന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ദീന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന്റെ ഗൗരവം വർദ്ധിക്കുകയും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളൊക്കെ, അതിന്റെ ആളുകളൊക്കെ അത്തരം മ്യൂസിക്കുകളെ വളരെ ലാഘവത്തോടു കൂടി കണ്ട് അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ അനുവദനീയമാക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തൻബീഹ്, ഒരു ഉണർത്തലുള്ളത്, നശീദകളുടെ വരവും നമ്മൾ അപകടകരമായി കാണേണ്ട ഒന്നാണ്. അൽ അനാഷീദുൽ ഇസ്ലാമിയ, ഇസ്ലാമിക് നഷീദ എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നതാണ് സലഫി ഉലമാക്കളുടെ വീക്ഷണം. ഇസ്ലാമിക് നഷീദ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിഭാഗം തന്നെ ഇല്ല എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല, അതേപോലെ തന്നെ ദുബൈയിലുള്ള ഷെയ്ഖ് അനസി ഹഫിളഹുല്ല, ഇങ്ങനെ ഒരുപാട് ഉലമാക്കൾ പറയുന്നത് ഇസ്ലാമികപരമായ നഷീദ എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നഷീദ കേൾക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇത്തരം നഷീദകൾക്ക് പിന്നിൽ പോയി അവസാനം ഖുർആനിനോടുള്ള താല്പര്യം കുറയുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നഷീദകളൊന്നും ഒരിക്കലും അതിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് എത്താൻ, അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായി പാട്ടുകളെ നമ്മൾ ഒരിക്കലും കാണരുത് എന്നുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്റെ മജ്മുഉൽ ഫതാവയിൽ ഈ വിഷയം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് പ്രസ്തുത വിഷയത്തിൽ. ഇങ്ങനെ പാട്ടുകളിലൂടെ ദീനി സദസ്സുകളിൽ പാട്ട് പാടുന്നു, ദഫ് മുട്ടുന്നു, അങ്ങനെ ആ രൂപത്തിൽ അത്തരം സദസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ എന്ന രൂപത്തിൽ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ വളരെ അത്ഭുതകരമായിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിന് ഉത്തരം കൊടുക്കുന്നത്. ഉത്തരം കൊടുക്കുന്നിടത്ത് ഷെയ്ഖുൽ ഇസ്ലാം കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട്, നമ്മൾ എല്ലാവരും കേട്ട ഹദീസാണ്. പക്ഷെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിൽ നിന്ന് തെളിവെടുക്കുന്നത് വളരെ സുന്ദരമായിട്ടാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, മൻ ആദാലി വലിയൻ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ എന്ന ഖുദ്സിയായ ഹദീസാണ് കൊണ്ടുവരുന്നത്. ആ ഹദീസിൽ പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുക രണ്ട് കാര്യത്തിലൂടെയാണെന്ന്. ഒന്നുകിൽ വാജിബായ കാര്യത്തിലൂടെയാണ് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുക, അതല്ലെങ്കിൽ സുന്നത്തായ കാര്യത്തിലൂടെയാണ്. വാജിബും സുന്നത്തും അല്ലാത്ത ഒരു കാര്യത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിദ്അത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. അപ്പൊ ഇത്തരം നഷീദകൾ, ഇസ്ലാമികപരമായ ഗാനങ്ങൾ, അത്തരം ഗാനങ്ങളിലൂടെയൊക്കെ അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം പ്രതീക്ഷിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇത് സഹായിക്കുമെന്ന് കരുതുക എന്നിങ്ങനെയുള്ള കരുതലുകൾ, എന്നിങ്ങനെയുള്ള കേൾക്കലുകളൊക്കെ ബിദ്അത്തിന്റെ ഗണത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒന്നുകിൽ വാജിബായ കാര്യത്തിലൂടെ നമുക്ക് അള്ളാഹുലേക്ക് അടുപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സുന്നത്തായ കാര്യമായിരിക്കണം. ഇത്തരം ഗാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നഷീദകൾ ആരും എന്ത് പറയുന്നില്ല, വാജിബാണ് എന്നോ സുന്നത്താണോ എന്ന് പറയുന്നില്ല. കാരണം ശർഅ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് പറയുന്നത്, നഷീദ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും അത്തരം നഷീദകളുടെ പിന്നിൽ പോയി വിശുദ്ധ ഖുർആനിനോടുള്ള താല്പര്യം കുറയാറുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധ ഉണ്ടാകണം. എന്നിട്ട് അദ്ദേഹം
നഷീദകളെ പല കിസ്മാക്കി പല ഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗമായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നത് മ്യൂസിക്കുകളെ പോലെ തന്നെയുള്ള നഷീദയാണ്. മ്യൂസിക് ആണോ അല്ലേ എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നഷീദകൾ, അത്തരം നഷീദകൾ മുഹറമാണ് എന്നാണ്, ഹറാമാണ് എന്നാണ്. ഇന്ന് പല നഷീദകളും ഈ രൂപത്തിലുള്ളതാണ്. മ്യൂസിക് ആണോ അല്ലേ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മ്യൂസിക് അല്ല, വെറും വായ കൊണ്ടുള്ള ശബ്ദങ്ങൾ മാത്രമാണ്, അല്ലാതെ ഒന്നും അതിലേക്ക് കടന്നു വരുന്നില്ല. മ്യൂസിക്കിനോട് ഒരു രൂപത്തിലും താരതമ്യമില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ കേൾക്കുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ അതേ സമയത്ത് അതൊക്കെ ഒരുപാട് സമയം കേട്ടിരിക്കുക, അതിലൂടെ അള്ളാഹുവിലേക്ക് പ്രീതി കാംക്ഷിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ സഹായിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ബിദ്അത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടും എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുള്ളയും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കേണ്ടത് വാജിബായ കാര്യത്തിലൂടെയും സുന്നത്തായ കാര്യത്തിലൂടെയുമാണ്. അതായത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും മാത്രമേ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇവിടെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, ഒരാൾ മ്യൂസിക്കിന് അടിമപ്പെട്ട ആളാണ്, മ്യൂസിക്കിന് അങ്ങേയറ്റം അടിമപ്പെട്ട് അതിൽ നിന്ന് കയറാൻ പറ്റാത്ത രൂപത്തിൽ അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അത്തരം വ്യക്തികൾക്ക് ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇത്തരം നഷീദകൾ കേൾക്കാം എന്ന് പറയുന്നുണ്ട്. അത്തരം ആളുകൾക്ക് മാത്രം. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട് ഒരു നിലക്കും അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കാത്ത രൂപത്തിൽ വീണ്ടും വീണ്ടും ആ തിന്മയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവർക്കൊരു ബദലായി, ഒരു പകരമായിട്ട് ഇത്തരം നഷീദകൾ, അത് മ്യൂസിക് പോലെയുള്ളതാണെങ്കിൽ പോലും പ്രശ്നമില്ല, എന്നാൽ അത് തന്നെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഉലമാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തസ്കിയത്ത് ലഭിക്കുക, നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുക, നമ്മുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുക, എല്ലാം ഖുർആനിലൂടെയും സുന്നത്തിലൂടെയുമാണ്. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയുമാണ് സഹാബത്തിന് തസ്കിയത്ത് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹാബാക്കൾക്ക് ലഭിച്ച തസ്കിയത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയുമേ ലഭിക്കുകയുള്ളൂ. അല്ലാത്തൊരു മാർഗം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ രീതി തന്നെ തെറ്റാണ്. അങ്ങനെ സ്വീകരിക്കുക എന്ന രീതി തന്നെ തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മ്യൂസിക്കിനെ പറഞ്ഞ സന്ദർഭത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് പ്രചരിക്കുന്ന ഒന്നായതുകൊണ്ട് സാന്ദർഭികമായി ഒരു ഉണർത്തൽ എന്ന നിലക്കാണ് സൂചിപ്പിച്ചത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഒരുപാട് സേവനങ്ങളുണ്ട്. ആ സേവനങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന കൃതി. ആ ഗ്രന്ഥം ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ്. അതായത് ഷെയ്ത്താനിന്റെ കെണികൾ, ഷെയ്ത്താൻ എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ പഴപ്പിക്കുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് ഷെയ്ത്താനിന്റെ കെണികൾ എന്ന് വളരെ വിശദമായി 2 വാള്യങ്ങളിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ഇനി ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അൽ ഹാലത്തുൽ ഇജ്തിമാഇയ്യ ഫി അസ്രിൽ ഇമാം ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ തങ്ങൾ ജീവിക്കുന്ന ആ നാട്ടിലെ സാമൂഹികപരമായ ചുറ്റുപാട് എന്ത് എന്നുള്ളതാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അവിടെ യഥാർത്ഥമായ നിലക്ക് ഇസ്ലാമികപരമായ അധ്യാപനങ്ങൾ നടപ്പിലാക്കപ്പെടണം. എത്ര കണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു അത്ര കണ്ട് സമൂഹത്തിന് സമാധാനം ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, നന്മയുണ്ടാകും, നിർഭയത്വം ഉണ്ടാകും. ഇസ്ലാം എത്ര കണ്ട് അവിടെ പ്രാവർത്തികമാക്കപ്പെടുന്നുവോ അതിനനുസരിച്ച് അനാചാരങ്ങൾ അതില്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകും. അതേപോലെ തന്നെ മോശമായ അനുഷ്ഠാനങ്ങൾ അതൊക്കെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. യഥാർത്ഥ നിലക്ക് സലഫിയത്ത് പാലിച്ചു കൊണ്ടൊരു നാട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു ചെറിയ പ്രദേശം എല്ലാ ആളുകളും നല്ല സലഫിയത്ത് പാലിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ വല്ലാത്തൊരു മാറ്റം ആ നാട്ടിലുണ്ടാകും. ആ നാട്ടിൽ താമസിക്കുന്ന ഓരോ ആളുകൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ജനിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അത്തരം മാറ്റങ്ങൾ അവരിലേക്ക് വരെ അറിയാതെ വന്നു ചേരുമെന്ന് തീർച്ചയാണ്. കാരണം ചുറ്റുപാട് അത്രയും നല്ല ചുറ്റുപാടായതുകൊണ്ടാണ്. അതുകൊണ്ട് എത്ര കണ്ട് ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുവോ അത്ര കണ്ട് ഒരു നാട് നന്നാകും. എന്നാൽ അവിടെ യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സിനിമയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ യഥാർത്ഥമായ നിലക്ക് പാലിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹിക ചുറ്റുപാട് വളരെ മോശമായിരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാമൂഹിക ചുറ്റുപാട് എന്നത് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. സമൂഹത്തിലെ ആളുകളെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ശ്രേണികളായിട്ടാണ്, പല കാറ്റഗറികളായിട്ടാണ് ആളുകൾ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി അമീറുമാരാണ്, രാജാക്കന്മാരും ഭരണാധികാരികളുമാണ്. അവരാണ്
ആ നാട്ടിലെ പ്രധാനപ്പെട്ട സ്വത്ത് കൈക്കലാക്കിയിരുന്നത് എന്നാണ്. അവരുടെ കീഴിലുള്ള പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, പ്രജകളായ ആളുകളുണ്ട്, നാട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരുണ്ട്, ഉലമാക്കളുണ്ട്, ഫുഖഹാക്കളുണ്ട്. ഇവരൊക്കെ വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ ഈ പറയുന്ന ഉമറാക്കളൊക്കെ വളരെ അഭിവൃദ്ധിയിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ്. അവരുടെ താഴേക്കിടയിലുള്ള ആളുകളെ സഹായിക്കുവാനോ അവർക്ക് ഇഹ്സാൻ ചെയ്യുവാനോ അവർ തയ്യാറായിട്ടില്ല. സൈഫുദ്ദീൻ ബഷ്തഖ് എന്ന് പറയുന്ന അമീർ, അദ്ദേഹത്തിനൊക്കെ കോടികളായിരുന്നു ആസ്തി ഉണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ കീഴിലുള്ള പ്രജകൾ അവർ വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. രണ്ടാമത്തേത്, അവിടെയുള്ള സാമൂഹിക അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ആക്രമണം കീഴിലുള്ള പ്രജകളോട്, കീഴിലുള്ള നാട്ടിലെ സാധാരണക്കാരോട് അന്നത്തെ അമീറുമാര് ചെയ്തിരുന്നു എന്നാണ്. അതിൽപ്പെട്ടതാണ് ടാക്സ് വർദ്ധിപ്പിക്കുക. എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്ന സന്ദർഭത്തിൽ ആ വസ്തുക്കൾക്ക് അമിതമായ പണം ഈടാക്കുക. അതോടൊപ്പം തന്നെ ജുമാദുൽ ഊലയിലെ ഹിജ്റ 711 വർഷം ആർക്കൊക്കെയാണോ കുതിരയുള്ളത് അവർക്ക് 500 ദിർഹമാണ് ടാക്സ് ആയി അടക്കണം എന്ന് പറയുന്നത്. ഏകദേശം 1500 കുതിരപ്പടയാളികൾക്ക്, ഒരു കുതിരയുള്ള ആളുകൾക്ക് 500 ദിർഹം എന്ത് ചെയ്യണം, കൊടുക്കണം എന്ന നിലക്ക് ടാക്സ് നടപ്പിൽ വരുത്തുന്ന അവസ്ഥ ഉണ്ടായതാണ്. അങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടി ആകെ പ്രയാസത്തിലായി. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഹിജ്റ വർഷം 745 അഹ്മദ് അസ്സറഈ റഹിമഹുല്ല അദ്ദേഹം സുൽത്താന്റെ അടുക്കൽ പോകുന്നു, രാജാവിന്റെ അടുക്കൽ പോകുന്നു. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അത് കുറച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മോശമായ സമ്പ്രദായങ്ങൾ തന്റെ നാട്ടിൽ നിലനിന്നിരുന്നു എന്നാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കൈക്കൂലി വാങ്ങി ആ കൈക്കൂലി മൂലം എന്ത് ചെയ്യുക, സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുക, സ്ഥാനമാനങ്ങളോട് അമിതമായ താല്പര്യം, അത് നേടിയെടുക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയും അന്നുണ്ടായിരുന്നു എന്നാണ്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലയുടെ വരവോടുകൂടി അദ്ദേഹം അതിനെതിരെ ശക്തമായി സംസാരിക്കുകയും അങ്ങനെ അത് നിർത്തലാക്കപ്പെട്ടു എന്ന്. ഇന്ന് തന്നെ നോക്കൂ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ആളുകൾ ചെയ്തു കൂട്ടുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, 2 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ദീനിനെ നശിപ്പിക്കുന്ന. എങ്ങനെ നശിപ്പിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഉദാഹരണം പറയുന്നത്, ചെന്നായ കൂട്ടങ്ങൾക്കിടയിൽ ഒരു ആട് ചെന്നു കഴിഞ്ഞാൽ ആ ആടിന്റെ അവസ്ഥ എന്തായിരിക്കുമോ അതുപോലെയാണ് ഒരു മനുഷ്യന്റെ ദീനിനെ നശിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. അതിലൊന്ന് സ്ഥാനമാനവും മറ്റൊന്ന് പണവുമാണ് എന്ന്. സ്ഥാനമാനം അത് കിട്ടണമെന്നൊരു ത്വര മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന, ദീന് തന്നെ ഒഴിവാക്കാൻ തയ്യാറാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. എത്ര ആളുകളാണ് സ്ഥാനമാനത്തിനു വേണ്ടി മനസ്സിലാക്കിയ സത്യം, ഉൾക്കൊണ്ട ആദർശം, ആ ആദർശം വിറ്റഴിച്ച് സ്ഥാനമാനത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു, സ്വന്തം ആദർശം വിറ്റ് സ്വന്തം ദീന് വിറ്റ് ആ സ്ഥാനമാനം കൈക്കലാക്കാൻ. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ജീവിച്ചിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അത്തരം വിഷയത്തിൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പേടിയോട് കൂടിയിട്ടാണ് സ്ഥാനമാനങ്ങളെ കാണേണ്ടത്. സഹാബാക്കൾ ആ രൂപത്തിലായിരുന്നു കണ്ടിരുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ജനങ്ങളോട് പറയുന്ന ഖുതുബ എന്താ? വളരെ വികാരഭരിതനായിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹമാണ് പറയുന്നത്, യൂഫ്രട്ടീസ് നദിയിൽ ഒരു ചെറിയ ആടെങ്ങാനും മരിച്ചു വീണിട്ടുണ്ട് എന്ന ഒരു വാർത്ത അങ്ങനെ എന്റെ അടുക്കിലേക്ക് അത് ലഭിക്കുകയാണെങ്കിൽ റബ്ബേ, ആ ആടിനെ കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ആലോചിച്ചിരുന്നതാണ്. കാരണം തന്റെ കീഴിലുള്ള ഒരു മൃഗാണ്, ആ മൃഗത്തിന് പോലും ലഭിക്കേണ്ട ഭക്ഷണം ലഭിക്കാതെ പോകരുത് എന്നുള്ള തന്റെ അമിതമായ നീതിബോധമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അത് പറയാൻ പ്രേരിപ്പിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രാത്രിയുള്ള തന്റെ നടത്തം. രാത്രി എന്ത് ചെയ്യും, ഓരോ വീടിന്റെ ഇടയിലൂടെയും ഉമർ റളിയല്ലാഹു അൻഹു നടക്കും. എന്തിനു വേണ്ടി? എന്തെങ്കിലും പ്രശ്നം, ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥയുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം അങ്ങനെ രാത്രി നടന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഖലീഫയുടെ വിശേഷണത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരു ഖലീഫ എങ്ങനെ ആകണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊന്ന്, തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന അവസ്ഥ ആ കാലഘട്ടത്തിൽ കൂടുതലായിരുന്നു എന്നാണ്. തന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ ദീന് വെച്ചുകൊണ്ട് തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റും. മസ്അലകൾ മനസ്സിലാക്കിയ ചില ആളുകൾ തന്ത്രം പ്രയോഗിക്കാറുണ്ട്. പലപ്പോഴും തന്ത്രങ്ങൾ പ്രയോഗിക്കാറുള്ളത് കുറച്ചും കൂടി പഠിച്ച ആളുകളാണ്. പഠിക്കാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം നല്ല പേടി അവർക്ക് പല വിഷയത്തിലുണ്ടാകും. അതേ സന്ദർഭത്തിൽ കുറച്ചൊക്കെ മസ്അലകൾ മനസ്സിലാക്കിയ ആളുകൾ
തന്ത്രം പ്രയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അത് അപകടകരമാണ്. അന്ന് നിലനിന്നിരുന്ന ഒരു തന്ത്രമാണ് തഹ്ലീൽ എന്ന് പറയുന്നത്. തഹ്ലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടന്നു, നിക്കാഹ് നടന്നിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി ത്വലാഖ് സംഭവിച്ചു. ത്വലാഖ് സംഭവിച്ചിട്ട് അങ്ങനെ ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കി. പിന്നെ അതേ ഭാര്യയെ കല്യാണം കഴിക്കണമെങ്കിൽ ഷറഅ് പറയുന്നത്, ദീനു പറയുന്നത്, ആ ഭാര്യ എന്ത് ചെയ്യണം? വേറൊരാളെ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് വേറൊരാളുമായി ബന്ധത്തിൽ ഏർപ്പെടണം. എന്നിട്ട് ത്വലാഖ് സംഭവിച്ചു കഴിഞ്ഞാലേ അതേ സ്ത്രീയെ കല്യാണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. എന്നാൽ അന്ന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾ ത്വലാഖ് ചൊല്ലുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ വീണ്ടും അതേ സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? തഹ്ലീൽ എന്ന സംഭവത്തിലേക്ക് മാറാണ്. തഹ്ലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചില കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഹലാലാക്കി കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലല യുഹല്ലിലു തഹ്ലീൽ. ഹല്ലല എന്നതിന്റെ മസ്ദറാണ്. തഹ്ലീൽ ഹലാലാക്കി കൊടുക്കുക. അങ്ങനെ സ്ത്രീകൾ എന്ത് ചെയ്യും? അവിടെ പോവും, അവര് ബന്ധപ്പെടും, എന്നിട്ട് ഹലാലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യും? പഴയ ഭർത്താവിന്റെ അടുക്കിലേക്ക് പോകും. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല തന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന ഗ്രന്ഥത്തിൽ ശക്തമായി വിമർശിക്കുന്നുണ്ട്. വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് ചെയ്യുന്നത്. അവര് നജസുകളാണ് അവരുടെ ശരീരത്തിലേക്ക് കയറ്റുന്നത് എന്ന രൂപത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട്. ഇന്നും ഈ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ചില കാര്യങ്ങളിൽ തമാശയില്ലാന്ന്. തമാശ പറഞ്ഞാൽ പോലും കാര്യമാണ് എന്ന നിലക്ക് ഹദീസുകളിൽ വന്ന വിഷയത്തിൽപ്പെട്ടതാണ് ത്വലാഖ് എന്ന്. തമാശ പോലും കാര്യമാണ്, തമാശ പറയാനുള്ള വിഷയമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയുണ്ടാകണം ത്വലാഖിന്റെ വിഷയത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. കാരണം ഒരാളുടെ ജീവിതം വെച്ചുള്ള കളിയാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധ അത്തരം വിഷയത്തിൽ ഉണ്ടാകണം എന്നുകൂടി പറയുന്നുണ്ട്. പിന്നെ അന്ന് നിലനിന്നിരുന്ന തിന്മകളിൽ പെട്ടതാണ് ആളുകളെ വധിക്കുക, ആളുകളുടെ ധനം അപഹരിച്ചെടുക്കുക, മോഷ്ടിക്കുക. ഇതൊക്കെ വളരെ വ്യാപകമായിരുന്നു എന്നാണ്. കാരണം ജനങ്ങൾക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു, വസ്തുക്കൾക്കൊക്കെ പണം വർദ്ധിച്ചു, അത് വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോഴെന്ത് ചെയ്തു? നേരെ മോഷണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അത് മാത്രല്ല, ഹിജ്റ 749 റബീഉൽ അവ്വലിൽ എന്ത് ചെയ്തു? വലിയ ഒരു പകർച്ചവ്യാധി, വലിയൊരു താഊൻ നാട്ടിൽ പ്രചരിക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ എല്ലാ വീടുകളിലേക്കും ആ പകർച്ചവ്യാധി എത്തിയെന്നാണ്. ഒരു ദിവസം 100-ലധികം ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചു വീണു. സ്വാഭാവികമായും അങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ ആ നാട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. മറ്റൊന്ന് ഉണ്ടായിരുന്ന ഒരു തിന്മ ഇഖ്തിലാത്തുർ റിജാലി ബിൻ നിസ, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കൂടിക്കലരുന്ന അവസ്ഥ. അതെന്ത് ചെയ്തു? മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചു, സിനയിലേക്ക് എത്തിച്ചു. കാരണം ഇഖ്തിലാത്തുർ റിജാലി ബിൻ നിസ, പുരുഷനും സ്ത്രീയും തമ്മിൽ ഇഖ്തിലാത്ത് ഉണ്ടാവുക, അവര് തമ്മിൽ മിക്സിംഗ് ഉണ്ടാവുക എന്നത് ഇസ്ലാം കർശനമായി എതിർത്ത വിഷയമാണ്. വളരെ കർശനമായി ഇസ്ലാം അത് എതിർത്തിട്ടുണ്ട്. കാരണം ഒരുപാട് ഷർറിലേക്ക് എന്ത് ചെയ്യും? അത് നയിക്കും, ഒരുപാട് ഷർറിലേക്ക് നയിക്കും. ഒരാൾ നിർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ബൗണ്ടറി വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഇന്നത്തെ ജോലി സ്ഥലങ്ങളിലൊക്കെ മിക്സിംഗ് വളരെ കൂടുതലാണ്. ഒരുപാട് നമ്മുടെ സഹോദരന്മാർ, നല്ല ജോലിയിൽ നല്ല കഴിവുള്ള ആളുകൾ, എന്നാൽ സലഫിയത്ത് പാലിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ജോലിക്കാർ, അവർ പറയുന്ന പരാതിയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീകളോട് അങ്ങനെ ഇടപെടാറില്ല. കാരണം അത് നമുക്ക് യോജിച്ചതല്ല, നമ്മുടെ ദീനിനോട് യോജിച്ചതല്ല. അതുകൊണ്ട് നമ്മൾ അത്തരം വിഷയത്തിലൊക്കെ മാറി നിൽക്കും, ഫോട്ടോ എടുക്കാൻ നിൽക്കൂല, ഒന്നിനും നമ്മൾ നിൽക്കൂല. പക്ഷെ അവസാനം എന്താണ് ഉണ്ടാകാൻ പോവുക? അവസാനം ഇവർക്ക് ജോലിയിൽ ഒരു പ്രൊമോഷനോ ഒന്നും തന്നെ ലഭിക്കാത്തൊരവസ്ഥ വരും. എന്താണ് കാരണം? ഇങ്ങനെയുള്ള സ്ത്രീകളോട് ഇടപഴകുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല. ഒരു മീറ്റിംഗ് ഒക്കെ വരുന്ന സന്ദർഭത്തിൽ, ഒരു മീറ്റപ്പ് ഒക്കെ വരുന്ന സന്ദർഭത്തിൽ ഇവര് കൂത്താടുന്ന, കള്ളു കുടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ നമ്മൾ അവിടെ പോയി നിന്ന് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഭയങ്കര ഫിത്ന നിറഞ്ഞ അവസ്ഥയാണ് പല ജോലി സ്ഥലങ്ങളിലും നമ്മുടെ സലഫി സഹോദരന്മാർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദീനിനെ സംരക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം അവസ്ഥകൾ ഇഖ്തിലാത്തുർ റിജാലി ബിൻ നിസാ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ കാലഘട്ടത്തിലും കൂടുതലായിരുന്നു എന്നാണ്.
നമ്മുടെ കാലഘട്ടത്തിലും എന്തുണ്ട്, അതിന് യാതൊരു കുറവും ഇല്ല, വർദ്ധിച്ചുകൊണ്ടുവരികയാണ്. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ അത്തരം പ്രവണതകൾ വളരെ വ്യാപകമാണ്, വളരെ വ്യാപകമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി അടുത്തത് തർജുമതു ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ വളരെ ചുരുക്ക രൂപത്തിലുള്ള ഒരു തർജുമയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ചെറിയ ഒരു വെളിച്ചം. അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം മുഹമ്മദ് ഇബ്നു അബീബക്കർ ഇബ്നു അയ്യൂബ് ഇബ്നു സഅദ് ഇബ്നു ഹരീസ് അസ്സുറഇ സുമ്മ ദിമഷ്കി അബു അബ്ദില്ലാ ശംസുദ്ദീൻ അൽ മഅറൂഫ് ബിബ്നു ഖയ്യിം അൽ ജൗസിയ്യ. അപ്പൊ ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പണ്ഡിതന്മാരുടെ പേരുകൾക്ക് പിന്നിൽ ഒരു ചരിത്രം ഉണ്ടാകും. നമ്മുടെ പേരുകൾക്ക് മുമ്പിൽ ഒരു ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്രമില്ല. എന്നാൽ പണ്ഡിതന്മാരുടെ പേരിന് പിന്നിലും ചില ചരിത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇബ്നു ഖയ്യിം അൽ ജൗസിയ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചു? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞു മുഹമ്മദ് ഇബ്നു അബീബക്കർ. അബൂബക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്. അദ്ദേഹത്തിന്റെ ഉപ്പ പണ്ഡിതനായിരുന്നു എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം വളർന്നു വരുന്നത് പണ്ഡിത കുടുംബത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നാണ്. അത്രയും അറിവുള്ള ആളുകളായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ. അദ്ദേഹത്തിന്റെ ഉപ്പയായ അബൂബക്കർ ഒരു മദ്രസയുടെ നാളിർ ആയിരുന്നു എന്നാണ്, ഒരു മദ്രസയുടെ പ്രിൻസിപ്പൾ ആയിരുന്നു. അൽ ജൗസിയ എന്ന് പറയുന്ന മദ്രസയുടെ പ്രിൻസിപ്പൾ ആയിരുന്നു. ഈ അൽ ജൗസിയ എന്ന പേരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഓർമ്മയുണ്ടോ? അൽ ജൗസിയ എന്നതിനോട് സാമ്യമുള്ള ഏതെങ്കിലും പണ്ഡിതന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അൽ ജൗസിയ. അൽ ജൗസിയ എന്ന മദ്രസ അത് സ്ഥാപിക്കുന്നത് ഇബ്നുൽ ജൗസി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. സ്വൈദുൽ ഖാത്തിർ എന്ന ഗ്രന്ഥത്തിന്റെ മുഅല്ലിഫാണ് ഇബ്നുൽ ജൗസി. ഇബ്നുൽ ജൗസിയും ഇബ്നു ഖയ്യിം അൽ ജൗസിയും തമ്മിൽ നൂറ്റാണ്ടുകൾക്കിടയിലുള്ള വ്യത്യാസമുണ്ട്. ഇബ്നുൽ ജൗസി വലിയ പണ്ഡിതനാണ്, എല്ലാ ഫന്നിലും. മുത്തഫന്നിൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാം. മുത്തഫന്നിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫന്നിലും കഴിവുള്ള ആൾ. തഫ്സീറിൽ അദ്ദേഹത്തിന് കഴിവുണ്ട്, ഹദീസിൽ അദ്ദേഹത്തിന് കഴിവുണ്ട്, സുലൂക്കിൽ തസ്കിയത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ സദസ്സിൽ 1000 ആളുകൾ അല്ലെങ്കിൽ 10ഉം 15ഉം ആയിരങ്ങൾ തടിച്ചുകൂടുകയും ഒരുപാട് ആളുകൾ തൗബ ചെയ്യുന്ന അവസ്ഥ, ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷമൊക്കെ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും സ്വാധീനമായിരുന്നു അദ്ദേഹത്തിന്റെ ദർസുകൾക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മകന്റെ മകനാണ് ഈ മദ്രസ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ജൗസിയ എന്ന പേര് കൊടുക്കുന്നത്. ഇനി ഈ ജൗസ് എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്ന് പറയുന്നിടത്ത്, ജൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽനറ്റിനെയാണ് ജൗസ് എന്ന് പറയാം. വാൽനട്ട് എന്ന് നമ്മൾ സാധാരണ തിന്നാറുള്ള അതിനെയാണ് ജൗസ് എന്ന് പറയാം. അവർ അത് വിറ്റിരുന്നു എന്നാണ്. അപ്പൊ അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ജൗസിയ എന്ന പേരിൽ അറിയപ്പെട്ടതെന്നാണ്. ഇനി അതല്ല, വേറൊരു അഭിപ്രായം, ജൗസ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ജൗസിയ എന്നറിയപ്പെട്ടിരുന്നത് എന്നും അഭിപ്രായങ്ങളുണ്ട്. അപ്പോ ഇബ്നുൽ ജൗസിയുടെ മകന്റെ മകനാണ് ഈ മദ്രസ തുടങ്ങുന്നത്. ഈ മദ്രസ നോക്കി നടത്തിയിരുന്നത് അബൂബക്കർ എന്ന ഇബ്നുൽ ഖയ്യിമിന്റെ ഉപ്പയാണ്. അപ്പൊ ഈ ഉപ്പാക്ക് ഒരു പേര് ലഭിച്ചു. ആ പേരാണ് ഖയ്യിം അൽ ജൗസിയ, ഖയ്യിമുൽ ജൗസിയ. ജൗസിയ എന്ന മദ്രസയുടെ ഖയ്യിമാണ്. ആ മദ്രസ നോക്കി നടത്തുന്ന ആളാണ് എന്ന പേരിലാണ് ഉപ്പ പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. ആ ഉപ്പാക്ക് ഉണ്ടാകുന്ന മകനാണ് പിന്നീട് അറിയപ്പെട്ടത് ഇബ്നു ഖയ്യിം അൽ ജൗസിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പേരിന്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഇങ്ങനെ പണ്ഡിതന്മാരുടെ പേരുകൾക്ക് പിന്നിൽ നമ്മളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ ചരിത്രങ്ങൾ നമുക്ക് ലഭിക്കും. ഇബ്നു ഖയ്യിം അൽ ജൗസിയ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു പേരിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് എന്താണെന്ന് കൂടി നമ്മൾ പറയുകയുണ്ടായി. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 691 അദ്ദേഹം ഒരു ഫഖീഹായിരുന്നു. ഫിഖ്ഹിൽ നല്ല താല്പര്യമുള്ള, എങ്ങനെയുള്ള ഫഖീഹാണ്? ഉസൂലിയായ ഫഖീഹാണ്. നല്ല ഉസൂലിൽ കഴിവുള്ള ഫഖീഹാണ്. മുഫസ്സിറ, തഫ്സീറിൽ കഴിവുണ്ട്. നഹ്വിലും അദ്ദേഹത്തിന് കഴിവുണ്ട്. അദ്ദേഹം ഹംബലി മദ്ഹബ് കലക്കി കുടിച്ച വ്യക്തിയായിരുന്നു. ഹംബലി മദ്ഹബിൽ ദീർഘമായ വീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം അതീവ നിപുണനായിരുന്നു. അതിൽ ഫത്വ കൊടുക്കാൻ തുടങ്ങി.
അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉസ്താദുമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത റഹിമഹുല്ല. ഷെയ്ഖുൽ ഇസ്ലാമിൽ നിന്നും ഒരുപാട് അറിവുകൾ അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. തഫ്സീറിലും അഖീദയുടെ വിഷയത്തിലും ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുല്ല വളരെ വ്യതിരിക്തനായിരുന്നു എന്നാണ്, വളരെ വ്യതിരിക്തനായിരുന്നു. അതോടൊപ്പം തന്നെ അഖ്ലാഖിന്റെയും തസ്കിയത്തിന്റെയും വിഷയത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലക്കുള്ളത്ര സേവനങ്ങൾ മറ്റു പണ്ഡിതന്മാർക്കുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലയുടെ ഗ്രന്ഥത്തിന് വല്ലാത്ത സ്വാധീനമുണ്ട്. വേറെ ഗ്രന്ഥങ്ങൾക്കില്ലാത്തത്ര സ്വാധീനം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ഗ്രന്ഥത്തിനുണ്ട് എന്നത് അത് വായിക്കുമ്പോൾ എന്തെയും നമുക്ക് ബോധ്യപ്പെടും. അത്രയും വലിയ സ്വാധീനമാണ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന സ്വാധീനം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ തോന്നിപ്പോകും, ഇദ്ദേഹത്തിന്റെ ജീവിതം എത്ര കണ്ട് സുന്ദരമായിരിക്കും, ഇദ്ദേഹത്തിന്റെ ജീവിതം എത്ര കണ്ട് സൗന്ദര്യമുള്ളതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. യഥാർത്ഥ അള്ളാഹുവിന്റെ വലിയാണ് ഇബ്നുൽ ഖയ്യിം എന്ന തന്റെ ഗ്രന്ഥം സാക്ഷിയാണ്. ആ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് എന്നാണ്. വല്ലാത്ത അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അറിവുള്ള ആളുകൾ, അറബി വായിക്കാൻ സാധിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ഗ്രന്ഥം വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ്. വല്ലാത്ത ആസ്വാദനം അതിലുണ്ട്. അത് നിങ്ങൾ ഇനി അത് എത്ര മലയാളം ട്രാൻസ്ലേഷനിലേക്ക് പോയാലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പോലും അറബിയിൽ കിട്ടുന്ന ഒരു ആസ്വാദനം ഒരിക്കലും മറ്റു ഭാഷകളിൽ കിട്ടുകയില്ല എന്നത് തീർച്ചയാണ്. ഇനി അറബി അറിയില്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല, ഇങ്ങനെയുള്ള ബദൽ വഴികൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കുടുംബക്കാരിൽ നിന്ന് അറിവ് പഠിച്ചെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ഒക്കെ അദ്ദേഹത്തിൽ ചെറുപ്പത്തിലെ നല്ല ബുദ്ധി സാമർഥ്യം കണ്ടിരുന്നു എന്നാണ്. നല്ല കഴിവ് അദ്ദേഹത്തിൽ നിന്ന് ചെറുപ്പത്തിലേ കണ്ടു. ആ കണ്ടതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, അറിവ് പഠിക്കാൻ വേണ്ടി അയച്ചു എന്ന്. ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ദർസിലേക്ക് പറഞ്ഞയക്കുന്നത്, അറബിക് കോളേജുകളിലേക്ക് പറഞ്ഞയക്കുന്നത് പഠിക്കാനൊന്നും അത്ര ഉഷാറില്ലാത്ത, പഠനത്തിലൊക്കെ വളരെ പിന്നോട്ട് നിൽക്കുന്ന ആളുകളെയാണ് എന്ത് ചെയ്യാറുള്ളത്, പലപ്പോഴും അറിവ് പഠിക്കാൻ വേണ്ടി, ദീന് പഠിക്കാൻ വേണ്ടി അയക്കാറുള്ളത്. മാതാപിതാക്കളായ ആളുകൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതും തിരിച്ചറിയേണ്ടതും ദീന് പഠിക്കാൻ അയക്കേണ്ടതും നല്ല ബുദ്ധി സാമർഥ്യമുള്ള ആളുകളെയാണ്. അത്തരം ആളുകളാണ് പിന്നീട് വലിയ പണ്ഡിതന്മാരായി നമുക്ക് സേവിക്കുന്ന, നമുക്ക് തിരിച്ചു ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള അത്രയൊന്നും കഴിവില്ലാത്ത ആളുകൾ പോയി കഴിഞ്ഞാൽ അവർ അത്രയും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുകയില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. മറിച്ച് യഥാർത്ഥ അതിന്റെ അഹ്ലുകാർ, നല്ല ബുദ്ധി സാമർഥ്യമുള്ള ആളുകളെയാണ് നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി, അറിവ് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കേണ്ടത്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സ്വഭാവത്തെക്കുറിച്ചും പറയുന്നത് അതേപോലെയാണ്. വളരെ നല്ല സ്വഭാവമാണ്. അതോടൊപ്പം ആലിയൽ ഹിമ്മ, ഭയങ്കര ആസ്പിറേഷൻ ആയിരുന്നു എന്നാണ്. ഹൈ ആസ്പിറേഷൻ ഉള്ള വ്യക്തിയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള. ഏത് വിഷയത്തിലും ഉന്നതിയിലേക്ക് എത്തണം എന്ന അതിയായ താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉസ്താദുമാരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട് എന്നാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ പ്രധാനിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത റഹിമഹുല്ല. ഷെയ്ഖുൽ ഇസ്ലാമുമായി 16 വർഷം അദ്ദേഹത്തിന് 16 വർഷത്തെ ബന്ധമുണ്ട് എന്നാണ്. ഉസ്താദിന്റെ പിന്നിൽ 16 വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ദീന് പഠിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ദീന് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്തല്ല, നമ്മൾ ഇന്ന് കാണുന്നത് പോലെ 3 വർഷമോ 4, 5 വർഷം കൊണ്ടോ എന്ത് ദീന് ലഭിക്കുന്നതല്ല. മറിച്ച് പഴയ കാലത്തെ പഠനം എന്ന് പറയുന്നത് 10, 15 വർഷമൊക്കെയാണ് ദീന് പഠിക്കാൻ വേണ്ടി അവർ ചെലവഴിക്കാറുള്ളത്. ഇന്നും ചില സൂഫി സ്ഥാപനങ്ങളിലൊക്കെ ചില സൂഫി ഉസ്താദുമാർ അവർ പഠിച്ച വർഷങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ 10, 15 വർഷമൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, ദീന് പഠിക്കാറുള്ളത്. ദീനെന്ന് പറഞ്ഞാൽ അത്രയും പഠിക്കാനുണ്ട്. അത് മാത്രല്ല, ചില ഉസ്താദുമാരുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കും. അവരുടെ സ്വഭാവത്തിലുള്ള പാഠങ്ങൾ, അവരുടെ പെരുമാറ്റത്തിലുള്ള പാഠങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരാളുടെ കൂടെ നടന്നാലേ നമുക്ക് ലഭിക്കുള്ളൂ. ഒരാൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് പോകുന്നു എന്ന നിലക്കാണെങ്കിൽ കൂടുതലൊന്നും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുകയില്ല. മറിച്ച് ഒരാളുടെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും വായിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, അത് നമ്മുടെ ജീവിതത്തിലേക്കും ചേർത്ത് വെക്കാൻ സാധിക്കുക. അങ്ങനെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ 16 വർഷത്തോളം ഷെയ്ഖുൽ ഇസ്ലാമിനെ വിടാതെ പിടികൂടിയിരുന്നു എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാക്ക് ആദ്യ കാലഘട്ടത്തിൽ ചെറിയ രൂപത്തിലെങ്കിലും സലഫി അഖീദയിൽ നിന്ന്
ചില വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ്. ചില വിഷയത്തിൽ പ്രത്യേകിച്ചും അൽ അസ്മാഉ വസ്സിഫാത്ത്, അൽ അസ്മാഉ വസ്സിഫാത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലക്ക് സലഫി അഖീദയിൽ നിന്ന് വ്യതിരിക്തമായ ഒരു അഖീദ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ആ അഖീദയിൽ നിന്ന് മാറുന്നത്, യഥാർത്ഥ സലഫിയത്തിലേക്ക് കടന്നു വരുന്നത് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ സ്വാധീനം മൂലമാണ് എന്ന് തന്റെ നൂനിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ജറബ്തു ഹാദാ കുല്ലഹു വവഖഅതു ഫീ തിൽക അശ്ശബാകി വകുൻതു ദാ ത്വയ്റാനി. ഞാൻ എല്ലാ വഴിയിലൂടെയും സഞ്ചരിച്ചു, എല്ലാ ഗ്രൂപ്പുകളിലൂടെയും ഞാൻ സഞ്ചരിച്ചു. ഹത്താ അതാഹ ലി അൽ ഇലാഹു ബിഫദ്ലിഹി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ൽ എനിക്ക് കനിഞ്ഞരുളി. മൻ ലൈസ തജ്സീഹി യദി വലിസാനി, എന്നിട്ട് പറയാൻ ഒരിക്കലും എന്റെ നാവ് കൊണ്ടോ എന്റെ കരങ്ങൾ കൊണ്ടോ ശുക്ർ പറഞ്ഞാൽ മതിയാകൂലാണ്. അത്രയും എനിക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് ശുക്ർ പറയാനുണ്ട്. അത്രയും എന്റെ ജീവിതത്തിൽ മാറ്റം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ നാവ് കൊണ്ടും എന്റെ കരങ്ങൾ കൊണ്ടും എത്ര ശുക്ർ പറഞ്ഞാലും മതിയാകാത്തത്ര അദ്ദേഹം എനിക്ക് ഫദ്ല് ചെയ്തിട്ടുണ്ട്. ഹബ്റുൻ അതാ മിൻ അർദി ഹർറാൻ, ഹർറാൻ എന്ന പ്രദേശത്തിൽ നിന്ന് വന്ന ഒരു വലിയ മനുഷ്യൻ. ഫയാ അഹ്ലൻ ബിമൻ ഖദ് ജാഅ മിൻ ഹർറാൻ, അദ്ദേഹം പറയാണ് ഹർറാനിൽ നിന്ന് വരുന്ന ആളുകളെ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവരെ ആശംസിക്കുകയാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ കുറിച്ചാണ് ആ വരികളിൽ പറഞ്ഞിട്ടുള്ളത്. ഉസ്താദിന്റെ സ്വാധീനം സ്വാഭാവികമായും ശിഷ്യന്മാരിൽ ഉണ്ടാകുമെന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഈ വരികളൊക്കെ സാക്ഷിയാണ്. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ കുറിച്ച് സമകാലീനരായ തന്റെ കൂടെ ജീവിച്ച, അതല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് വന്ന പണ്ഡിതന്മാർ എന്തൊക്കെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ കുറിച്ച് പറഞ്ഞത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിൽ പ്രബോധനത്തിൽ തുല്യതയില്ലാത്ത സേവനം വഹിച്ച ഒരു വ്യക്തിയാണ് സക്കരിയ സ്വലാഹി റഹിമഹുള്ള. അള്ളാഹു അദ്ദേഹത്തിന് കാരുണ്യം ചൊരിയുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് മാത്രം വന്ന ഒരു പതിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ സമകാലീനരായ ആളുകളെ എഴുതി വെച്ച അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള ലേഖനങ്ങളാണ്. നമ്മൾ അതൊരു ആവർത്തി മുഴുവനും ഒരു 30-40 പേജാണ് ഉള്ളത്. ആ 40 പേജും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത തസ്കിയത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തിന് അതിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സുന്നത്തിനോടുള്ള കണിശത, ദീനിനോടുള്ള കണിശത, ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ജീവിതം വായിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സമകാലീനരായ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു ഹജർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ശിഷ്യൻ എന്ന നിലക്കാണ് ഇബ്നു ഹജറിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നത് കാന ജരി അൽ ലിസാൻ, നല്ല നാവിന് നല്ല വഴക്കമുള്ള വ്യക്തിയാണ്. വാസിഅൽ ഇൽം, വിശാലമായ അറിവ്. ആരിഫൻ ബിൽ ഖിലാഫ്, ഖിലാഫിനെ കുറിച്ചറിയാം, അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചറിയാം. വമദ്ഹബിസ്സലഫ്, സലഫിന്റെ മദ്ഹബുകളെ കുറിച്ചും അറിയാം. സലഫിന്റെ മദ്ഹബ് എന്താണ്, സലഫിന്റെ വീക്ഷണം എന്താണ്, ഇതൊക്കെ വളരെ കൃത്യമായി അറിയാമെന്നുള്ളതാണ്. നുഅ്മാൻ അൽ ആലൂസി അൽ ബഗ്ദാദി റഹിമഹുള്ള അദ്ദേഹം പറയാൻ ലം ഉഷാഹിദ് മിസ്ലഹു ഫീ ഇബാദതിഹി, ഇബാദത്തിൽ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. വഇൽമിഹി ബിൽ ഖുർആൻ, ഖുർആനിലുള്ള അദ്ദേഹത്തിന്റെ അറിവ്, വൽ ഹദീസ് വഹഖായിഖിൽ ഈമാൻ, ഈമാനികപരമായ യാഥാർത്ഥ്യങ്ങൾ, ഹദീസുകൾ, ഖുർആനിന്റെ ഇൽമുകൾ, ഇതിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. വലൈസ ഹുവ ബിൽ മഅസൂം, അദ്ദേഹം മഅസൂം ഒന്നുമല്ല, തെറ്റ് ചെയ്യാത്ത വ്യക്തിയൊന്നുമല്ല. വലാകിൻ, പക്ഷേ ലം അറ ഫീ മഅനാഹു മിസ്ലഹു വഖദും തുഹിന വഊദിയ മറാത്തിൻ, അദ്ദേഹം ഒരുപാട് പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്, ഒരുപാട് തവണ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വഹുബിസ മഅ ശൈഖിഹി ഇബ്നു തൈമിയ്യ ഫിൽ മറത്തിൽ അഖീറ, അവസാന കാലഘട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോടൊപ്പം ജയിൽവാസത്തിൽ കഴിയേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കൂടെ ഒരുപാട് ദീർഘമായ സമയം അദ്ദേഹം കഴിച്ചു കൂട്ടിയിരുന്നു എന്നാണ്, പ്രത്യേകിച്ചും ജയിലിൽ. അങ്ങനെ ജയിലിൽ വെച്ച് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള മരണപ്പെട്ടതിന് ശേഷമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ മോചിപ്പിക്കുന്നത്. അവർ ജയിലിൽ അടക്കപ്പെടാനുള്ള കാരണം എന്താ, ദീന് പറഞ്ഞു എന്നതിന്റെ കാരണം മാത്രം. യഥാർത്ഥമായി ദീന് ആരെയും പേടിക്കാതെ പറഞ്ഞു. ആ വിഷയം വരും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളക്ക് ദീന് പറയുന്ന വിഷയത്തിൽ ഒരാളെയും ഭയപ്പാടുണ്ടായിരുന്നില്ല എന്ന് ഷൗക്കാനി റഹിമഹുള്ള പറയുന്നുണ്ട്. കാന സാദിഅൻ ബിൽ ഹഖ് ലാ യുഹാബി ഫീഹി അഹദൻ, ഹക്കിന്റെ വിഷയത്തിൽ അദ്ദേഹം വ്യക്തി താല്പര്യമുള്ള ആളായിരുന്നു. വ്യക്തി താല്പര്യം എന്ന് പറയുമ്പോൾ
ഹക്കാണോ അദ്ദേഹത്തെ പോലും പരിഗണിക്കാതെ ആ ഹക്ക് പറഞ്ഞിരുന്നു എന്നാണ്. അദ്ദേഹത്തെ പോലും പരിഗണിക്കാത്ത രൂപത്തിൽ ഹക്കിനാണ് അദ്ദേഹം സ്ഥാനം കൊടുത്തിരുന്നത്. ഒരാളെയും അദ്ദേഹം ഭയപ്പെടൂല. അള്ളാഹുവിന്റെ ദീന് പറയുന്ന വിഷയത്തിൽ ഒരാളെയും ഭയപ്പെടൂല. എന്താണോ ഹക്ക് അത് പറഞ്ഞു കൊടുക്കും. കാരണം ദീനിൽ സ്ഥാനം ഹക്കിനാണ്, സത്യത്തിനാണ് സ്ഥാനം. അവിടെയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ വളരെ ചിന്തനീയമായ ഒരു വാചകം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം അഹബ്ബു ഇലൈന, ഷെയ്ഖുൽ ഇസ്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, എന്റെ ഉസ്താദാണ് ഷെയ്ഖുൽ ഇസ്ലാം. വലാകിന്നൽ ഹഖ്ഖ അഹഖു അൻ യുത്തബ, പക്ഷെ ഹക്കാണ് പിൻപറ്റപ്പെടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണെങ്കിൽ പോലും ഹക്ക് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് എതിരാണെങ്കിൽ അത് സ്വീകരിക്കലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അർഹമായിട്ടുള്ളത് എന്ന്. അപ്പൊ സത്യത്തിലേക്ക് എത്തുക എന്നതാണ് ഉദ്ദേശം. ഫഇദാ ളഹറ സ്വവാബു വദഅ മാ അദാഹു തഹ്തൽ അർജുൽ, സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഖതഅകൾ, തെറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാലിന്റെ അടിയിൽ നമ്മൾ അതിനെ ഒതുക്കി വെക്കണം. പിന്നെ അതിന് ഒരർത്ഥത്തിലും സ്ഥാനമില്ല, സത്യത്തിനാണ് സ്ഥാനം എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാവുക. ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ സിഫാത്തിൽപ്പെട്ടതാണ്, അദ്ദേഹം വിശാലമായ അറിവുള്ള വ്യക്തിയായിരുന്നു. വിശാലമായ അറിവ് എന്നൊക്കെ പറയുമ്പോൾ അറിവിനോട് വല്ലാത്ത താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. വല്ലാത്ത താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനോട്, അറിവ് പഠിക്കാൻ നമുക്ക് എത്ര കണ്ട് താല്പര്യമുണ്ടോ അത്ര കണ്ട് അത് നമ്മുടെ ഈമാനിനെയാണ് അറിയിക്കുന്നത്. എത്ര കണ്ട് ഒരാൾ ഇൽമു പഠിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നുവോ അത്ര കണ്ട് ഈമാനിന്റെ വിഷയത്തിൽ കുറവുണ്ട് എന്നതിനെ കൂടിയാണ് അറിയിക്കുന്നത്. കാരണം മനസ്സിലാക്ക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുക ഇൽമിലൂടെയാണ്. അപ്പൊ ആ ഇൽമ ഒരാൾക്ക് ഒരു ദിവസം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ദീനിനു വേണ്ടി മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു ദർസ് കേട്ട് അത് എഴുതിയെടുത്ത് അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു ദിവസത്തിൽ ഒരു ചെറിയ സമയം പോലും മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് തൗഫീഖ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം. മറ്റൊന്ന്, സ്വർഗത്തിലേക്ക് എളുപ്പമാക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് എളുപ്പമാക്കുന്നതാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നത് നമുക്ക് സ്വർഗം ലഭിക്കാതെ പോകുമോ എന്നൊരു ഭയപ്പാട് കൂടി നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അദ്ദേഹം ഹക്കിന്റെ വിഷയത്തിൽ ആരെയും ഭയപ്പെട്ടിരുന്നില്ല, എല്ലാവരോടും ഹക്ക് തുറന്നു പറഞ്ഞിരുന്നു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഹക്കാണോ അത് നമ്മൾ പറയാം. ആരെങ്കിലും ഭയപ്പെട്ട് നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പറയാതിരുന്നതിന്റെ പേരിൽ പിന്നീട് നമ്മൾ ഖേദിക്കും. എന്നാൽ ഹക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും പരീക്ഷണം ഉണ്ടായിന്ന് വരാം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി നേരിട്ടതുപോലെ ജയിൽവാസം കഴിയേണ്ടി വന്നു. പക്ഷെ പിന്നീട് എന്തുണ്ടാകും? പിന്നീട് എന്ന് പറയുമ്പോൾ ദുനിയാവിൽ തന്നെ ആകണമെന്നില്ല, ചിലപ്പോൾ ആഖിറത്തിൽ എന്ത് ചെയ്യും? ആഖിറത്തിൽ ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഹക്കാണ് നമുക്ക് 100% ഉറപ്പാണ് എങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ ഹക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ആ ഹക്ക് ആളുകൾക്ക് ബോധ്യപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുക എന്നൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാൻ വകാന ഹസനൽ ഖിറാഅ വൽ ഖുലുഖ്, നല്ല സ്വഭാവമുള്ള ആളാണ്, നല്ല വായിക്കുന്ന വ്യക്തിയുമാണ്. കസീറു തവദ്ദുദ്, ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ആളുകളെയും അദ്ദേഹം ഇഷ്ടപ്പെടും. ലാ യഹ്സുദു അഹദ, ആരോടും അദ്ദേഹം അസൂയ വെച്ച് പുലർത്തൂല. ഏറ്റവും വലിയ വിശേഷണമാണത്. ഒരാളോടും അസൂയയില്ല, എല്ലാ ആളുകൾക്കും നന്മ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. വല്ലാത്ത സമാധാനം ഉണ്ടാകും. അസ്മഈ എന്ന് പറയുന്ന കവി, അദ്ദേഹം ഒരിക്കൽ ഒരു നാടിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു വ്യക്തിയെ കാണാൻ, വയസ്സായിട്ട് പുരികമൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ എത്ര വർഷമായി ജീവിക്കും, നിങ്ങളുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 120 വയസ്സ് എന്ന് പറഞ്ഞു. ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്രയും ആരോഗ്യത്തോടു കൂടി നിങ്ങൾ ജീവിക്കാൻ സഹായിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തറക്തുൽ ഹസദ ഫബഖിയൽ ജസദ്, തറക്തുൽ ഹസദ്, ഞാൻ അസൂയ ഒഴിവാക്കി, ഫബഖിയൽ ജസദ്, അപ്പൊ എന്ത് ചെയ്തു? എന്റെ ശരീരം ബാക്കിയായി എന്നതാണ്. എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര വിദ്യാർത്ഥികൾ, എത്രയെത്ര കൊലപാതകങ്ങൾ എല്ലാം നടക്കുന്നത്, എല്ലാത്തിന്റെയും പിന്നിലുള്ള കാരണം അസൂയാണ്. ഒരാൾ മറ്റൊരാൾക്ക് നേരെ അസൂയ വെച്ച് പുലർത്തുന്നു, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് നേരെ അസൂയ വെച്ച് പുലർത്തുന്നു. അതുകൊണ്ട് നമ്മുടെ നിഅമത്തുകൾ പ്രത്യേകിച്ചും അത്തരം ആളുകളോട് നമ്മൾ പറയേണ്ടതില്ല എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മൾ ഇപ്പോഴും അസൂയ പേടിച്ച് ജീവിക്കണം എന്നൊന്നുമല്ല, മറിച്ച് ചില ആളുകളോടെങ്കിലും നമുക്ക് അദ്ദേഹത്തെ സംശയമുണ്ട്,
അസൂയാലുവാണ് എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ അത്തരം ആളുകളോട് നമ്മുടെ നിഅമത്തുകൾ പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് പറയാണ് വലാ യുദീഹി, ആരെയും അദ്ദേഹം ദ്രോഹിക്കുകയില്ല. വലാ യസ്തഈബുഹു, ഒരാളുടെയും ഐബ് പറയൂല. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഐബ് പറയുക എന്നതാണ് ചില ആളുകളുടെ സ്വഭാവം. നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ നമ്മെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ നാവിൽ നിന്ന് ആരാണ് പൂർണ്ണമായ നിലക്ക് രക്ഷപ്പെട്ടിട്ടുള്ളത്? ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു നന്മ ആരെങ്കിലും ഒന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതെ, അയാളിൽ അങ്ങനെയൊക്കെ നന്മകൾ ഉണ്ട് എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പോലും ചില ആളുകൾക്ക് സാധിക്കുന്നില്ല. ഇനി അംഗീകരിച്ചാൽ തന്നെയും ഇടയിൽ കയറി ചിലപ്പോൾ നമ്മൾ തന്നെ പറയും, ഓൻ അങ്ങനെയൊക്കെ ആണ് എങ്കിൽ പോലും ഇവന് തന്നെയല്ലേ ഇത്തരം തിന്മകളൊക്കെ ചെയ്തത്, ഓൻ തന്നെയല്ലേ അന്ന് ഇങ്ങനെ തോന്നിവാസമൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓന്റെ നന്മകൾ പറയുന്ന സന്ദർഭത്തിൽ ആ തോന്നിവാസം കൂടി ചേർത്തി കൊടുക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വായയിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് ആളുകളെ കുറിച്ച് നമ്മൾ നല്ലത് പറഞ്ഞ് ശീലിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്വഭാവം അന്യമായി പോകുന്ന ഒരു അവസ്ഥാവിശേഷം. എല്ലാത്തിനെയും വിമർശിക്കുക, എല്ലാവരെയും കുറിച്ച് കുറ്റം പറയുക. ശരി ആരാണ്? ഞാനും എൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ട്, അവര് മാത്രമാണ് പൂർണ്ണമായ 100% ശരി, ബാക്കിയുള്ള ആളുകളെല്ലാം തെറ്റുകാരാണ്, ബാക്കിയുള്ള ആളുകൾക്കെല്ലാം അയ്ബുണ്ട് എന്നത് തനിച്ച ഹിസ്ബിയത്തിന്റെ സ്വഭാവമാണ്. തെറ്റ് ആരടുത്തുണ്ടായാലും അത് നമ്മൾ പറയണം. അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളായാലും ശരി, നമ്മുടെ പുറത്തുള്ള ആളുകളായാലും ശരി. എന്നാൽ ഐബ് പറയുന്നിടത്ത്, പോരായ്മ പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? ഇങ്ങനെ പോരായ്മ പറഞ്ഞ് നടക്കരുത്. നമ്മളെപ്പോഴും ഉദ്ർ കണ്ടെത്താൻ ശ്രമിക്കണം, ആളുകളിൽ നന്മ കാണാൻ ശ്രമിക്കണം. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിന് ഉദ്റുണ്ട് എങ്കിൽ ആ ഉദ്ർ നമ്മൾ വകവെച്ചു കൊടുക്കണം. വലാ യഹ്ഖിദു അലാ അഹദിൻ, ഒരാളോടും വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. വകുന്തു മിൻ അഹബ്ബിൻ നാസി ലഹു, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്ന് പറയുന്നത് തഫ്സീറുകളുടെ വിഷയത്തിൽ എല്ലാ ആളുകളും ഒറ്റയടിക്ക്, എല്ലാ ആളുകളും ഒന്നടങ്കം അംഗീകരിച്ചു പോരുന്ന തഫ്സീറാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹുവിന്റെ തഫ്സീർ. അദ്ദേഹം പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. എന്നിട്ടോ വഅഹബ്ബുൻ നാസി ഇലൈഹി, ഞാൻ അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന് എന്നെയും ഇഷ്ടമാണ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഇഷ്ടം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഫഖർ പറയാം. കാരണം അത്രയും നല്ല മനുഷ്യനായിരുന്നു ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഖാല ബുർഹാനുദ്ദീൻ അസ്സുറഈ മാ തഹ്ത അദീമിസ് സമാഇ ഔസഉ ഇൽമൻ മിൻഹു, ഭൂമിയുടെ താഴെ അദ്ദേഹത്തിനോളം അറിവുള്ള ഒരു മനുഷ്യനുമില്ല എന്ന് രേഖപ്പെടുത്താൻ ഇൽമിനോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. ഇൽമ് എന്ന് പറയുന്നത് ഒരിക്കലും കെസ്ലാനായ മടിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യൂല, നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന്. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധി സാമർഥ്യമുള്ള ആളാകണം എന്നത് ഇൽമിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതല്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലേ ഇൽമു കിട്ടുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ ഇഖ്ലാസ് ഉണ്ടാകണം. ഇഖ്ലാസിനോടൊപ്പം തന്നെ ഇജ്തിഹാദും ഉണ്ടാകണം, നല്ല പരിശ്രമം ഉണ്ടാകണം. രാവും പകലും വ്യത്യാസമില്ലാതെ അറിവ് നേടാൻ പരിശ്രമിക്കണം. എങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കിട്ടും. അങ്ങനെയൊന്നും നമ്മൾ പരിശ്രമിക്കുന്നില്ല എങ്കിൽ ഒക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയാൻ, വകാന റഹിമഹുല്ലാഹ് ദാ ഇബാദത്തിൻ വതഹജ്ജുദ്, നല്ല ഇബാദത്തിന്റെ ആളാണ്, ഭയങ്കര തഹജ്ജുദ് നിസ്കരിക്കുന്ന വ്യക്തിയാണ്. വതൂലിസ് സ്വലാ, നീണ്ടമായ നിസ്കാരം. ഇലൽ ഗായത്തുൽ ഖുസ്വ, ഭയങ്കരമായ ദീർഘാണെന്ന്. വലഹജിം ബിദ്ദിക്ർ, എപ്പോഴും ദിക്റിലായിരിക്കുന്ന. ഇബ്നു ബാസ് റഹിമഹുല്ലാഹയെ കുറിച്ച് പറയുന്നുണ്ട്, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് എപ്പോഴും ദിക്റിലായിരിക്കുന്ന. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഫത്വകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചോദ്യം ചോദിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പോലും അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത് എന്നാണ്. വശഗഫ് ബിൽ മഹബ്ബ വൽ ഇനാബത്തി വൽ ഇസ്തിഗ്ഫാർ വൽ ഇഫ്തിഖാരി ഇലല്ലാഹ് വൽ ഇൻകിസാരി ലഹു, അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ ദുർബലത ബോധ്യപ്പെടുത്തുക. റബ്ബേ, എല്ലാം നീയാണ്, എന്റെ അടുക്കൽ ഒന്നുമില്ല എന്ന നിലക്ക് എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് സംസാരിക്കുക. ഇതൊക്കെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ പ്രത്യേകതയായിരുന്നു എന്ന് പറയാം. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് വലാകിൻ ലം അറ ഫീ മഅനാഹു മിസ്ലഹു, അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് ഇബ്നു റജബ് റഹിമഹുല്ല പറയാം. മറ്റൊന്ന്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് തവാളുഉഹു വഇൻകാറുഹു ലിദാതിഹി വസ്തിസ്ഗാറുഹു ലിനഫ്സിഹി വഇൽമിഹി. ഭയങ്കര തവാളു ആയിരുന്നു, നല്ല തവാളു, വിനയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം നഫ്സിന് അമിതമായ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്ന്. ഞാൻ ഭയങ്കരയാണ്, ഞാനില്ലെങ്കിൽ ഇവിടെ ദീനെന്നെത്തൂല, ഞാനാണ് ഇവിടെ ദീനെത്തിച്ച ആള്, ഞാനില്ലെങ്കിൽ പിന്നെ ആരാണ്, അങ്ങനെ ഒരു ചിന്തയെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ്. എത്ര സ്ഥലങ്ങളിലാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്
പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന്റെ വിനയം നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം പലപ്പോഴും നമ്മളൊക്കെ എത്ര തിന്മ ചെയ്ത ആളുകളാണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അദ്ദേഹം എന്ത് പറയാറില്ല, നിങ്ങൾ തിന്മ ചെയ്യുന്ന ആളുകളാണ് എന്നൊരിക്കലും അദ്ദേഹം പറയാറില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നിലേക്ക് കൂടി ചേർത്ത് തന്നെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയാറുള്ളത്. അത് അദ്ദേഹത്തിന്റെ വിനയത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ നഫ്സിന് യാതൊരു സ്ഥാനവും കൊടുത്തിട്ടില്ല എന്ന്. അതേപോലെയാണ് അദ്ദേഹത്തിന്റെ ഇൽമിനും, ഞാൻ ഭയങ്കര അറിവുള്ള ആളാണ് എന്ന നിലക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ്. ഒക്കെ അള്ളാന്റെ ഫദ്ലായി മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിന്റെ ഫദ്ലാണ് കിട്ടിയ നിഅമത്തെല്ലാം എന്നൊരാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ ഫദ്ല് കൊണ്ട് ഒരാൾക്ക് അഹങ്കരിക്കാൻ സാധിക്കുക? ഒരിക്കലും അഹങ്കരിക്കാൻ സാധിക്കൂല. മറ്റൊന്ന് അസ്സബ്റു അലൽ അദാ വൽ മിഹൻ, പരീക്ഷണങ്ങളിലുള്ള ക്ഷമ അദ്ദേഹത്തിന് കഠിനമായ നിലക്കുണ്ടായിരുന്നു എന്നാണ്. ഇനി അവസാന സന്ദർഭം, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹുടെ അവസാന സന്ദർഭത്തെ കുറിച്ച് പറയാണ്. മരണത്തിന് തൊട്ടു മുമ്പുള്ള സന്ദർഭം, അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ഒരുപാട് സമയം ചെലവഴിച്ചു എന്നാണ്. വേറൊരു വിഷയവുമില്ല, വേറെ കിതാബുകൾ വായനയില്ല, വേറെ ഇൽമിയായ പഠനങ്ങളില്ല, ഒന്നുമില്ല. ഖുർആൻ പാരായണം ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക. അതിലൂടെയാണ് അദ്ദേഹത്തിന് ഒരുപാട് അറിവുകൾ ലഭിച്ചത് എന്ന്. ഖുർആന്റെ ഒരു ആയത്ത് ലഭിച്ചു, അതിന്റെ തഫ്സീറുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഇബ്നു കസീർ വായിക്കുന്നു, ഖുർത്തുബി വായിക്കുന്നു, തബരി വായിക്കുന്നു, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ആ ആയത്തിനെ കുറിച്ച് നമ്മൾ ഡീപ്പായി ഇരുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിച്ച്, സമൂഹത്തിലേക്ക് തട്ടിച്ച് ആ ആയത്ത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒറ്റ ആയത്ത് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യും? മാറ്റിമറിക്കും എന്നുള്ളതാണ്. ഒരു പുസ്തകം വായിക്കാൻ 3-4 മണിക്കൂറൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഇരിക്കും. ഒന്നും വേണ്ട, ഒരു പരീക്ഷയുള്ള സന്ദർഭത്തിൽ എത്ര സമയമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുക. എന്നാൽ അങ്ങനെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഖുർആനിന് വേണ്ടി നമ്മൾ അങ്ങനെ സമയം കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തസ്കിയത്തും തർബിയത്തും അതിലൂടെ ലഭിക്കും എന്നത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ആ ഒരു സമയം, ഒരു ക്വാളിറ്റി ടൈം ഖുർആനിന് വേണ്ടി നമ്മൾ പലപ്പോഴും, ഈ പറയുന്ന ഞാനടക്കം, നമുക്ക് വലിയ അശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഖുർആനിന് നല്ല സമയം നമ്മൾ കൊടുക്കണം. ഒരു ദിവസം കടന്നു പോകുമ്പോൾ ഒരു ജുസ് പാരായണം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത വിഷമം, മനപ്രയാസം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ പറയുന്ന ഒരു വിഷയമാണ്. ഒരാൾക്ക് തന്റെ വിർദ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, തന്റെ വിർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മുഅ്മിനാണോ, ഹൃദയം സലീമായ വ്യക്തിയാണോ, ഭയങ്കര ബേജാറായിരിക്കുന്ന. ആ ബേജാർ എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. ഖുർആന് വേണ്ടി നല്ല സമയം കണ്ടെത്തണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്ക്ക് തന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകാനുള്ള കാരണം അവസാന സമയത്ത് ഖുർആനിന് വേണ്ടി അദ്ദേഹം നൽകിയ ഈ സമയമായിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മരണപ്പെടുകയും അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം ഒരുപാട് ഹജ്ജ് ചെയ്തിരുന്നു എന്നാണ്. ഒരുപാട് ഹജ്ജ് അദ്ദേഹം ചെയ്തിരുന്നു. അത് മാത്രല്ല, അദ്ദേഹത്തെ കുറിച്ച് മക്കയിലുള്ള ആളുകൾ പറയുന്നത്, മക്കയിലുള്ള നിവാസികൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഭയങ്കര ഷിദ്ദത്തുൽ ഇബാദ, നല്ല ഇബാദത്തുള്ള മനുഷ്യനായിരുന്നു. നമുക്കറിയാം, ചില പള്ളികളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പ്രായം ചെന്ന ചില ആളുകൾ ഉണ്ടാവും, ഭയങ്കര ഇബാദത്തായിരിക്കും. ആദ്യത്തെ സഫിലെത്തും, എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും നിസ്കരിക്കും, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ എത്തും, എന്നിട്ട് ബാങ്ക് കൊടുക്കും, എന്നിട്ട് അവിടെ ഇരിക്കും, എന്നിട്ട് ഇഖാമത്തിന്റെ സമയം വരെ പ്രാർത്ഥിക്കും. അപ്പൊ ഇൽമ നേടുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത്, ഇബാദത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഇൽമ നേടാൻ നമ്മൾ പരിശ്രമിക്കുന്നത് പോലെ ഇബാദത്തിന് വേണ്ടിയും നമുക്ക് ജുഹദ് ഉണ്ടാകണം, ഇജ്തിഹാദ് ഉണ്ടാകണം. അങ്ങനെ ഇല്ല എങ്കിൽ അത് അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കുക. നമ്മുടെ ഇൽമിൽ എവിടെയോ ഇഖ്ലാസ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നതിനെയാണ് അത് അറിയിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മരണപ്പെടുന്നത് റജബ് 13 വെള്ളിയാഴ്ച രാത്രിയാണ്. റജബ് 13 വെള്ളിയാഴ്ച രാത്രി ഹിജ്റ 751 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഖബറിന്റെ അരികിലാണ് അദ്ദേഹത്തിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ളുഹറിന്റെ തൊട്ടടുത്തുള്ള സമയത്താണ് അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കപ്പെടുന്നത് എന്നാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തിരുന്നു എന്നാണ്, ഒരുപാട് ആളുകൾ. അപ്പൊ ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്. ഒരുപാട് വിശദീകരിക്കാനുള്ള വിഷയമാണ്. ഇത് തന്നെ നമുക്ക് 1, 2, 3, 4 ഭാഗങ്ങളാക്കി പറയാനുള്ള വിഷയങ്ങൾ മാത്രം ഇതിലുണ്ട്.
നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഉദ്ദേശം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ കുറിച്ച് ഒരു വിശാലമായ പഠനം നടത്തുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് അദ്ദാഉ വദ്ദവ എന്ന ഗ്രന്ഥത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് അത് പഠന വിധേയമാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ടാണ് വളരെ ചുരുക്കത്തിൽ നമ്മൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായത്. കാരണം ഒരു പണ്ഡിതന്റെ ഗ്രന്ഥം പഠിക്കുന്ന സന്ദർഭത്തിൽ ആ പണ്ഡിതനെ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും. ഇനി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എല്ലാ ആളുകളും അടുത്ത ക്ലാസ്സിൽ ആ ഗ്രന്ഥം, നമ്മൾ ഈ പറയുന്ന കിതാബ്, അത് വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കണം. അത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഏറ്റവും നല്ല കോപ്പി എന്നുള്ളത് അറബി കിതാബുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കോപ്പികളും ഒരേപോലെയല്ല. ചട്ട നോക്കിയിട്ട്, പുറത്തുള്ള ബൈൻഡ് നോക്കിയിട്ടല്ല നമ്മൾ അതിന്റെ കോപ്പി, അതിന്റെ കിതാബിന്റെ ഉള്ളിലുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് തഹ്കീക്ക് ചെയ്ത ആളുണ്ടാവും, ആ കിതാബ് അത് കൃത്യമായി പരിശോധന വിധേയമാക്കിയ ആളുണ്ടാവും. ആ ആൾ ആരാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ തഹ്കീക്കുകളാണ് നമ്മൾ വാങ്ങേണ്ടത്. ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ല എന്ന് പറയുന്ന പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ അദ്ദാഉ വദ്ദവ എന്ന കിതാബിന് തഹ്കീക്ക് ചെയ്തിട്ടുണ്ട്, സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല തഹ്കീക്ക്. നെറ്റിലൊക്കെ അത് നമുക്ക് ലഭ്യമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ആ കിതാബിന്റെ കോപ്പിയാണ് എടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഒരുപാട് സ്ഥലമുണ്ട്, മലപ്പുറത്തും കോഴിക്കോടൊക്കെ കിതാബ് രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ അറബി ഗ്രന്ഥങ്ങൾ എങ്ങനെയാണോ അടിച്ചു വരുന്നത് അതേ രൂപത്തിൽ പ്രിന്റ് എടുത്ത് തരുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ഇനി അതല്ല, പുറത്തുനിന്ന് കൊണ്ടുവരാൻ സാധിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുറത്തുനിന്ന് ഫാമിലികളുണ്ട്, അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഓരെ കൊണ്ട് എന്ത് ചെയ്യണം, കൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്ന സമയത്ത് കിതാബ് എന്ത് ചെയ്യണം, നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. നമ്മുടെ മുന്നിൽ കിതാബ് നിർബന്ധമായും ഉണ്ടാകണം. കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ പണം ഇങ്ങനെയുള്ള ഇൽമിയായ മാർഗത്തിൽ കൂടി നമ്മൾ ചെലവഴിക്കാൻ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങൾ പൂർണ്ണമായും വായിച്ചു തീർക്കാൻ ഒരു ഉദ്ദേശമുണ്ട്. അത് നമ്മൾ അദ്ദാഉ വദ്ദവയിലൂടെ നമ്മൾ ആരംഭിക്കാം. എല്ലാ ബുധനാഴ്ചയും നമ്മൾ അദ്ദാഉ വദ്ദവ നമ്മൾ വായിക്കും. ചിലപ്പോൾ ഒരു വർഷം എടുക്കും അദ്ദാഉ വദ്ദവ തന്നെ. അത് കഴിഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ അടുത്ത തസ്കിയത്തുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം എടുക്കും. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയുണ്ട് അതൊക്കെ പഠിച്ചെടുക്കുക, ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലേക്ക് എത്തുക എന്നതാണ്. അതിലേക്കുള്ള മാർഗമാണ് ഈ ഗ്രന്ഥം വായിക്കുക എന്നുള്ളത്. ഈ കിതാബ് വായിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അവിടെ മനസ്സിലാക്കേണ്ടത്, കിതാബ് വായിക്കുക എന്നുള്ളത് വസീല മാത്രമാണ് കേട്ടോ. കിതാബ് വായിക്കുക എന്നുള്ളത് എന്തല്ല, കിതാബ് വായിക്കുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഈ കിതാബ് വായിച്ചിട്ട് അള്ളാഹുലേക്ക് എന്ത് ചെയ്യണം, അള്ളാഹുലേക്ക് അടുക്കണം. ഈ കിതാബിൽ പറയുന്ന ദീനീപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുലേക്ക് അടുക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. ആ ഉദ്ദേശത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ നേടുന്നതോടൊപ്പം തന്നെ അമലിൽ അങ്ങേയറ്റം ഉത്സാഹത്തോടു കൂടി അമൽ ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തുടർച്ചയുണ്ടാകണം. എല്ലാ ക്ലാസ്സുകളിലും കൃത്യമായി കയറി അത് കൃത്യമായി നോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.